നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒരു സൈക്കോപാത്ത് ആണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സിനിമയിൽ കാണുന്ന സൈക്കോപാത്ത് ആണോ ശരിക്കും സൈക്കോപാത്ത് എന്ന് പറയുന്നത്? അങ്ങനെ കാണാനായിരിക്കും നമുക്ക് ഇഷ്ടം, പക്ഷേ അതല്ല സൈക്കോപാത്ത്. സൈക്കോപാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അണ്ടറിൽ വരുന്ന സൈക്കോപാത്തിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. ഇതോ നമ്മൾ ജയിലിലൊക്കെ കാണുന്ന ക്രിമിനൽസിൽ പല ആളുകളും സൈക്കോപാത്ത് ആണെങ്കിൽ പോലും എല്ലാ ആളുകൾക്കും മറ്റുള്ളവരെ കൊല്ലാനുള്ള മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടാവില്ല. ആദ്യത്തേത് അവർ വളരെ മാനിപ്പുലേറ്റീവ് ആയിരിക്കും, അവർ നല്ല രീതിയിൽ ഡിസെപ്ഷൻ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. രണ്ടാമത്തേത് അവർ നല്ല നാർസിസിസ്റ്റിക് ആയിരിക്കും, അതായത് ഈ ലോകം അവരുടെ ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാവും. 3, അവർ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിരിക്കും, അവരുടെ ലൈഫ് തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരിക്കലും അവരുടെ മിസ്റ്റേക്കുകൾ അവർ അംഗീകരിക്കുകയില്ല. 4, അവർ ഒട്ടും എമ്പതി ഇല്ലാത്ത ആൾക്കാരായിരിക്കും. 5-മത്തെന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് റിമോഴ്സ് ആണ്, അതായത് അവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അവർ വേദനിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത ആളുകളായിരിക്കും ഇവർ. 6-മത്തെ, ഇവർക്ക് എപ്പോഴും ബോറടി ആയിരിക്കും, അതുകൊണ്ട് തന്നെ പുതിയ പുതിയ എക്സൈറ്റ്മെൻറ്റ്, ത്രില്ലുകൾ വേണമെന്നുള്ള ആഗ്രഹം ഈ സൈക്കോപാത്സിന് എപ്പോഴും ഉണ്ടാവും. 7th വൺ ഈസ് പാത്തോളജിക്കൽ ലൈയിങ്. ഇങ്ങനെ നുണ പറഞ്ഞ് ഒരു നുണയുടെ ചീട്ടുകൊട്ടാരം ഇങ്ങനെ കെട്ടി പോകുന്നൊരു സ്വഭാവമാണ് ഇവർക്ക്. എത്ര നുണ പറയാനും അവർക്ക് മടിയില്ല. ആൻഡ് എക്സ്ട്രാ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ബുള്ളിങ്, സ്ഥിരമായിട്ട് ആളുകളെ പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും.